സുവിശേഷത്തിൽ നിന്ന് ഒരു ഭാഗം ധ്യാനത്തിനായിട്ട് എടുത്തിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായമാണ് അവർ ധ്യാനത്തിനായിട്ട് എടുത്തിരുന്നത്. അധ്യായത്തിൽ 4 ചിന്തകളാണ് ഞാൻ ദൈവമക്കളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിച്ചത്. അതിൽ 2 ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. ഒന്നുകൂടെ അതൊന്നായി കൊടുത്തതിന് ശേഷം പെട്ടെന്ന് ഞാൻ ദൈവജനത്തിന്റെ ആ 2 ഭാഗങ്ങളിലൂടെ ചിന്തിപ്പാനായിട്ട് എന്റെ യാത്രയെ ആഗ്രഹിച്ച കർത്താവിന്റെ മേശയിൽ നമുക്ക് പങ്കുകൊള്ളുവാൻ ദൈവവിടെയാക്കട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുക്കാം. കർത്താവായ യേശുക്രിസ്തു മരിച്ചു. അത് തന്റെ ശിഷ്യഗണത്തിന് വലിയ ദുഃഖമുള്ളതായി. തന്റെ കയ്യിൽ നിന്ന് അത്ഭുതങ്ങൾ പ്രാപിച്ചവർക്കും തന്റെ അത്ഭുതങ്ങൾ അനുഭവിച്ചവർക്കും ഒരു ഭാഗത്ത് അത് ദുഃഖമായി മാറിയപ്പോൾ തന്നെ ക്രൂശിച്ച യഹൂദ പ്രമാണികൾക്കും മഹാപുരോഹിതന്മാർക്കും അത് വലിയ സന്തോഷത്തിന്റെ കാര്യമായി മാറി. പക്ഷെ യേശുക്രിസ്തുവിന്റെ മരണം ഒരു കൂട്ടർ സന്തോഷിക്കുമ്പോൾ, ഒരു കൂട്ടർക്ക് അത് ദുഃഖമായി മാറിയപ്പോൾ മറ്റൊരു കൂട്ടരെ ഭയപ്പെടുത്തിയൊരു കാര്യമുണ്ട്. യേശു ഉയർക്കുമെന്നൊരു വാർത്ത പറഞ്ഞിരുന്നു. യേശുവിന്റെ മരണത്തിൽ നടന്ന 5 പ്രത്യേകതകളുണ്ട്. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, അനേകർ മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു, പട്ടാപ്പകൽ കൂരിട്ടുണ്ടായി, ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ തൊട്ട് താഴോട്ട് കയറി. ഇങ്ങനെയുള്ള യാദൃച്ഛികമായ കുറെ സംഭവങ്ങൾ അവരെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇത് അവന്റെ മരണത്തിൽ, അവന്റെ പ്രാണനെ വിടുന്ന സമയത്ത് സംഭവിച്ചതാണെങ്കിൽ മറ്റു ചിലതോടെ സംഭവിക്കും. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം അനേകർക്ക് ദുഃഖമുളവാക്കിയ ചില സഹോദരിമാർ, തന്റെ വിടുതൽ അനുഭവിച്ച സഹോദരിമാർ, അവർക്ക് ഉറക്കമില്ല. അവർ രാത്രിയിലിരുന്ന് സുഗന്ധ തൈലങ്ങൾ, ദ്രവ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് യേശുവിന്റെ കല്ലറയ്ക്കൽ പോകാൻ അവരുടെ ഉള്ളം വെമ്പുകയാണ്. എന്തിനാ അവർ കല്ലറയ്ക്കൽ പോകുന്നത്? അവർക്കറിയാം, കല്ലറയ്ക്കൽ പോയാൽ ഒന്നും നടക്കത്തില്ല. വലിയൊരു കല്ല് അവിടെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. കല്ലിന്മേൽ റോമൻ മുദ്രയുണ്ട്. റോമൻ പടയാളികൾ കല്ലറ കാത്തുകൊണ്ട് നിൽക്കുന്നു. ഇരുട്ടവരുടെ മുൻപിലുണ്ട്. പക്ഷെ അകത്ത് കിടക്കുന്ന സ്നേഹം, യേശുവിനോടുള്ള ആഴമായ സ്നേഹം, മുൻപിലെ ഇരുട്ട് തടസ്സമല്ല. അവിടെ നിൽക്കുന്ന റോമൻ പടയാളികൾ തടസ്സമല്ല. ഉരുട്ടി വെച്ചിരിക്കുന്ന വലിയ കല്ല് തടസ്സമല്ല. റോമൻ മുദ്ര തടസ്സമല്ല. ഞാൻ ഒരു സത്യം ദൈവമോട് പറയാം, ആരാധിക്കുവാൻ കർത്താവിനോട് ആഴമായ ഒരു സ്നേഹമുണ്ടെങ്കിൽ തടസ്സങ്ങൾ തടസ്സമല്ല. അത് വഴി മാറാൻ തുടങ്ങും. അത് നമ്മുടെ മുമ്പിൽ വഴി മാറിയേ പറ്റത്തുള്ളൂ. ഇരുട്ടാണെന്ന് പറഞ്ഞിരുന്നാൽ ഇരുട്ട് മാറത്തില്ല. മുമ്പോട്ട് കാലുവെക്ക്, കാല് വെക്കുന്നിടത്ത് ഇരുട്ട് മാറും. അടുത്ത കാല് വെക്ക്, അത്രയും ഭാഗത്തെ ഇരുട്ട് മാറും. എത്രയും കാല് മുൻപോട്ട് വെക്കുന്നോ അത്രയും പ്രതികൂലങ്ങൾ മാറാൻ തുടങ്ങും. അതാ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. അവർ കല്ലറയ്ക്കൽ ചെന്നു. അവർ കല്ലറയ്ക്കൽ ചെന്നത് ചഞ്ചലിക്കുന്ന ഹൃദയത്തോടാ. അവർ കല്ലറയ്ക്കൽ ചെന്ന് ചഞ്ചലിക്കുന്ന ഹൃദയത്തോടെ നിൽക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റാൻ റോമൻ പടയാളികൾ തയ്യാറാകത്തില്ല. ഭൂമിയിൽ ആരും തയ്യാറാകത്തില്ല. പടയാളികൾക്ക് അഥവാ ഈ സഹോദരിമാരുടെ കരച്ചിൽ കണ്ട് ഈ കല്ലൊന്ന് ഉരുട്ടി മാറ്റിയിട്ട് ആരും അറിയണ്ട, നിങ്ങൾ ഈ യേശുക്രിസ്തുവിന്റെ ഡെഡ് ബോഡി എടുത്തൊന്ന് പൂശി പൊയ്ക്കോന്ന് പറഞ്ഞാൽ പോലും നടക്കത്തില്ല. കല്ലല്ല അവിടുത്തെ വിഷയം, കല്ലിന്മേലുള്ള മുദ്രയാണ്. അതുകൊണ്ട് അത് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഭൂമിയിൽ ആരും ആ കല്ല് മാറ്റാൻ തയ്യാറാകാനോ സഹായിക്കാനോ ഇല്ലാത്തത് കൊണ്ട് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ ഇറങ്ങി അവർക്ക് വേണ്ടി കല്ല് മാറ്റി. ഒരു സത്യം അറിയണം, ഭൂമിയിൽ പലരും സഹായിക്കാൻ ഉണ്ടെങ്കിൽ ദൂതൻ ഇറങ്ങിയെന്ന് വരത്തില്ല. പക്ഷെ സഹായിക്കേണ്ട കരങ്ങളിലൂടെ മാറി നിൽക്കുമ്പോഴായിരിക്കാം എനിക്ക് വേണ്ടി ദൈവം ദൂതനെ അയക്കുന്നത്. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ? വിശ്വസിക്കുന്നവർ ദൈവത്തെ ബോധപ്പെടുത്തിയാണ്. മാനുഷിക കരങ്ങൾ പുറകോട്ട് വലിക്കുമ്പോൾ അത് കണ്ട് നിരാശപ്പെടരുത്. അടഞ്ഞ വാതിലേക്ക് നോക്കി അത് ചവിട്ടി പൊടിക്കാൻ ശ്രമിക്കരുത്. പറയാത്തൊരു വാതിൽ സ്വർഗത്തിലുണ്ട്. അവൻ ദൂതനെ അയച്ച് മറ്റൊന്ന് തുറക്കും. ആ ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന സഹോദരിമാർക്ക് വേണ്ടി ദൈവം കല്ലറ തുറന്നു. കല്ലറ തുറന്ന് അവരെ കാണിച്ചപ്പോൾ ചഞ്ചലപ്പെട്ട ഹൃദയം മാറിയിട്ട് ഒരു താക്കീതൂടെ കൊടുത്തു. ജീവനുള്ളവനെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നതെന്ന് അവൻ ജീവനോടിരുന്നപ്പോൾ പറഞ്ഞതല്ലേ അവൻ ഉയർക്കുമെന്ന്. പിന്നെന്തിനാ മരിച്ചവരുടെ ഇടയിൽ അവനെ അന്വേഷിച്ചു വന്നത്? ഒരു വാണിംഗ് അവർക്ക് കൊടുക്കുമ്പോൾ തന്നെ മറ്റൊരു കൽപ്പന കൊടുത്തു. എന്താണെന്നറിയാമോ? വന്നു കാണുവീൻ, അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. ഇത് കണ്ടിട്ട് പോയി പറയുവീൻ, പോയി പറയുവീൻ. വന്നു കാണുവീൻ, പോയി പറയുവീൻ. ഇത്രയും ദൂതൻ അവർക്ക് കൊടുത്തു. അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഒരു സത്യമറിഞ്ഞതിന്റെ ആരാധന അവരുടെ ഹൃദയത്തിൽ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിറഞ്ഞു നിൽക്കുക. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളിൽ യേശു ഉയർത്തുന്ന സത്യമറിഞ്ഞ് ആരാധിച്ച ഒരുപറ്റം സഹോദരിമാർ അവിടെ തുടങ്ങി ആരാധനയുടെ
വിട്ടുപോകാൻ സമ്മതിക്കുന്നതുമല്ല. ഈ ആരാധന നിശ്ചലമാക്കാൻ നോക്കിയ ചക്രവർത്തിമാർ നിശ്ചലമായി അവർ ഭൂമിയിൽ കൃമിക്കിരയായപ്പോൾ ആരാധന ഇന്നും നടക്കുന്നുണ്ട്. ആരാധന കറുത്തുങ്കൽ പോലും ആരാധനയായി മാറിയ സന്ദർഭങ്ങളുണ്ടെന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. രണ്ടാമത് മറ്റൊരു കൂട്ടരെ നമ്മൾ കാണുന്നുണ്ട്. തർക്കിച്ചും വാദിച്ചും കൊണ്ടുപോകുന്ന രണ്ട് ശിഷ്യന്മാർ. അവരെ ഭാര്യയും ഭർത്താവുമാണോ രണ്ടാ പുരുഷന്മാരാണോ എന്തോ അറിയത്തില്ല. ക്ലെയോപ്പാവാണെന്ന് പറയുന്നുണ്ട്. പലരും ഞാൻ പറഞ്ഞല്ലോ അവര് ഭാര്യയും ഭർത്താവുമാണെന്ന് പറയാനുള്ള ഒരു കാരണം അവർ തർക്കിച്ചും വാദിച്ചും പോയത് കൊണ്ടാണ്. ഭാര്യയും ഭർത്താവുമേ ഉള്ളൂ. കൂടുതലും തർക്കവും വാദവും നടക്കുന്നതെല്ലാം അവിടെ ആയതുകൊണ്ട് അവര് ഭാര്യയും ഭർത്താവുമായിരിക്കാമെന്ന്. എങ്കിലും യേശു ക്രിസ്തു ആ അധൈര്യപ്പെട്ട ഹൃദയങ്ങൾ ഭയമോടുകയെ യെരൂശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് അവർ ഓടിപ്പോവുക. അവരുടെ കൂടെ ഉയർത്തെഴുന്നേറ്റ കർത്താവ് മൈലുകൾ നടക്കാൻ തയ്യാറായി. നടന്ന് അവരെ തിരുവെഴുത്തിലേക്ക് കൊണ്ടുവന്ന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തിരുവെഴുത്തിലുണ്ടെന്ന് കർത്താവ് കാണിച്ചു കൊടുത്തു. എന്നിട്ട് കർത്താവ് അവർ എമ്മൂസിലെത്താൻ തുടങ്ങിയപ്പോൾ പോകാനായിട്ട് ഭാവിച്ചു. ഉടനെ അവര് പറഞ്ഞു, ഇത്രയും നേരം ഞങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നീ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഉള്ളത് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ കൂടെ ഒന്ന് പാർക്കാമോ എന്ന് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, പാർക്കാം. നിർബന്ധിച്ചപ്പോൾ അവൻ പാർത്തു. നിർബന്ധിച്ചാൽ പാർക്കുന്നവനാ, നിർബന്ധിച്ചാൽ കൂടെ വരുന്നവനാ കർത്താവ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. കർത്താവ് അവരോടുകൂടെ പാർത്തു. അന്ന് രാത്രിയിൽ അവൻ അപ്പം കരങ്ങളിലെടുത്തു. അപ്പം കരങ്ങളിലെടുത്ത 3 സന്ദർഭങ്ങൾ ഞാൻ ദൈവമക്കളോട് പറഞ്ഞു. ഒന്ന്, ആയിരങ്ങൾക്ക് അത് വിളമ്പിക്കൊടുക്കാൻ അവൻ ആദ്യം കരങ്ങളിലെടുത്തു. 2, അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന ഈ തിരുമേശയുടെ അടയാളമായി അവൻ അപ്പം മുറിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമെന്ന്. മരണത്തെ പ്രസ്താവിക്കാൻ അപ്പം കരങ്ങളിലെടുത്തു. 3ാമത് അപ്പം കരങ്ങളിലെടുത്തത് ഇവിടെ വെച്ച അത് മരണം കാണിക്കാനല്ല, ഉയർപ്പ് കാണിക്കാനാണ്. അത്ഭുതം ചെയ്യാൻ അപ്പം കരങ്ങളിലെടുത്തു. മരണത്തെ പ്രസ്താവിക്കാൻ അപ്പം കരങ്ങളിലെടുത്തു. 3, ഉയർപ്പ് കാണിക്കാൻ അവൻ അപ്പം കരങ്ങളിലെടുത്തു. അപ്പം മുറിച്ചങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ അപ്പം കൊടുത്ത കയ്യിലോട്ട് ഈ എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ നോക്കിയതും അവർ കണ്ടു ഒരു ആണിപ്പാട്. ഉടനെ അവരുടെ കണ്ണുകൾ തുറന്നു. അവിടെ നിൽക്കുന്ന നമ്മൾ വായിച്ചതാണ്, അധൈര്യപ്പെട്ട ഹൃദയങ്ങൾക്ക് കണ്ണു തുറന്നു, ചഞ്ചലപ്പെട്ട ഹൃദയങ്ങൾക്ക് കല്ലറ തുറന്നു. അടുത്ത ഭാഗം ചുരുക്കം മിനിറ്റുകൾ മാത്രമേ നമ്മുടെ ഉള്ളൂ. അവിടെ നിന്ന് കർത്താവ് മുൻപോട്ട് പോവുക. അവർ വേഗത്തിൽ അന്ന് തന്നെ ആ 2 ശിഷ്യന്മാരും എന്ത് ചെയ്യുന്നറിയാമോ? തിരിച്ചു ഓടുക. പിന്നെ അവർ നടക്കിയല്ല, അങ്ങോട്ട് തർക്കിച്ചും വാദിച്ചും നടന്നുകൊണ്ട് പോയവർ തിരിച്ചു വരുന്ന എങ്ങനെയാണെന്നറിയാമോ? ചാടിയും തുള്ളിയും സ്തുതിച്ചും കൊണ്ട് ഇങ്ങനെ വരിക. എന്താ അവരുടെ സ്തുതിയുടെ കാരണം? എന്താ അവരുടെ സന്തോഷത്തിന്റെ കാരണം? ഞങ്ങളെ നിരാശപ്പെടുത്തിയ കർത്താവിന്റെ മരണം അത് ഉയർപ്പാക്കി മാറി. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടാൽ തർക്കങ്ങൾ നിൽക്കും, വാദങ്ങൾ നിൽക്കും, നിരാശ നിൽക്കും, ഭാരങ്ങൾ മാറും. എല്ലാം മാറിയിട്ട് നമ്മൾ അതൊക്കെ മറന്നിട്ട് ചാടിയും തുള്ളിയും സ്തുതിക്കാൻ തുടങ്ങും. ഇന്ന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ഈ വാടിയ മുഖത്തോടെ നമ്മൾ ഇരിക്കത്തില്ല. സന്തോഷമുള്ള ഹൃദയം നമ്മളെ ഭരിക്കാൻ തുടങ്ങും. എല്ലാം മറന്ന് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ ഹൃദയം വെമ്പം കൊള്ളുവാനായിട്ടിടയാകും. അവര് മടങ്ങി വന്നു നോക്കിയപ്പോൾ ശിഷ്യന്മാർ എല്ലാവരും ഉണ്ട്. എന്താ പത്രോസ് പറയുന്നത് അറിയാമോ? എടാ, യേശു ക്രിസ്തു ഉയർന്നെഴുന്നേറ്റത് ആ സഹോദരിമാര് പറഞ്ഞത് സത്യമാ. കാരണം യേശു എനിക്ക് പ്രത്യക്ഷനായി. ഉടനെ മറ്റുള്ള ശിഷ്യന്മാർ ഇങ്ങനെ ആവേശത്തോടെ കാത്തിരിക്കുക. ഉടനെ കൊണ്ട് രണ്ടുപേരും എന്ന് പറയുക, എടാ, പത്രോസ് പറയുന്നതും കറക്റ്റാ, സഹോദരിമാര് പറയുന്നതും കറക്റ്റാ. ഇന്നലെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഞങ്ങളുടെ കൂടെ വന്നു. ഞങ്ങളുടെ കൂടെ രാത്രിയിൽ അപ്പം മുറിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ കണ്ണു തുറന്നു. ഞങ്ങളത് കണ്ടിട്ട് വരിക. ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും യേശു അവരുടെ മുറിയിലായി. സാധാരണ നമ്മളിങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു ക്രിസ്തു അങ്ങോട്ട് പ്രത്യക്ഷനായി കഴിഞ്ഞാൽ നമ്മുടെ ആരാധന എന്തോ ചെയ്യേണ്ടത്? ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടുകയേണ്ടത്. ഞാനിതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. യേശു ക്രിസ്തു വരുന്നെന്ന് പറഞ്ഞ ഒരു ദൈവങ്ങളും ആരാധിച്ചിട്ടില്ല. എന്നാൽ ഒരു ഭൂതം ഇതിനകത്തോട് ചാടി എന്ന് എല്ലാവരും പറയുന്നത്. അതുവരെ കണ്ണ് തുറന്നിട്ട് ഇങ്ങനെ എമർജൻസിലേക്ക് പോലെ നിൽക്കുന്ന പലരും കണ്ണടച്ച ശക്തിയോടെ അവർ ഏറ്റവും കൂടുതൽ പറയുന്നത് രക്തം ചെയ്യും എന്ന് പറഞ്ഞായിരിക്കും നിൽക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തു വന്നെന്നൊക്കെ പറഞ്ഞാൽ ഒന്നിക്ക് പോകട്ടെ. യേശു ക്രിസ്തു നമ്മുടെ നടുവിലൂടെ പോകുന്നു. ഇപ്പൊ ഞാൻ തോന്നുന്നു ഇങ്ങനെ പലരും ആരാധനയ്ക്കൊക്കെ നിൽക്കുന്നത്. യേശു ക്രിസ്തു വന്ന് അവരുടെ നടുവിലോട്ട് പ്രത്യക്ഷനായതും അവരെല്ലാവരും ഭയപ്പെട്ടു. അവിടെ നമ്മൾ കാണുന്നത് കടങ്ങിയ ഹൃദയത്തോടെ നിൽക്കുന്ന ഒരു കൂട്ടം. നിങ്ങൾ അതിന്റെ 34ാമത്തെ വാക്യം പോലും വായിക്കാം. കർത്താവ് വാസ്തവമായി
വാസ്തവമായി ഉയർത്തെഴുന്നേറ്റു. ശിമോന് പ്രത്യക്ഷനായി എന്ന് കൂടിയിരുന്ന് പറയുന്ന 11 പേരെയും കൂടെയുള്ളവരെയും കണ്ടു. വഴിയിൽ സംഭവിച്ചത് അവൻ അപ്പം നോക്കുകയിൽ തങ്ങൾക്ക് അറിയായി വന്നതും അവർ വിവരിച്ചു പറഞ്ഞു. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെ കുറിച്ചാ പറയുന്നേ? യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന ആളെന്ത് ചെയ്തു? എനിക്കിത് ധ്യാനിച്ചപ്പോ ഒരു സന്തോഷം ഉണ്ടായെന്നറിയോ? യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നിടത്ത് അവൻ പ്രസന്റ് ആയിരിക്കും. യേശു ക്രിസ്തുവിനെ നമ്മളൊന്ന് പ്രസംഗിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിനെ നമ്മളൊന്ന് ആരാധിച്ചു നോക്കിയേ. യേശു ക്രിസ്തുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ, യേശു ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അവിടെ കർത്താവ് പ്രസന്റ് ആയിരിക്കും. അവനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ നടുവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം ഇതാണ്: അവൻ മരിച്ചതുകൊണ്ട് തീർന്നില്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. ഇതാ പൗലോസ് പറഞ്ഞത്. അവൻ ഉയർത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്. നമ്മുടെ എല്ലാറ്റിന്റെയും അടിസ്ഥാന കാരണം യേശു മരിച്ചതല്ല, യേശു ഉയർത്തതാ. ദൈവത്തെ ബോധപ്പെടുത്താം. യേശു ഉയർത്തതാണ് എല്ലാറ്റിന്റെയും അടിസ്ഥാന കാരണമെന്ന് മറന്നു പോകരുത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതും യേശു അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. വായിക്കാം. ഇങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ അവരുടെ നടുവിൽ നിന്നു നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. യേശു അവരുടെ നടുവിൽ നിന്നിട്ട് 3-4 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, അവരോട് പറഞ്ഞു നിങ്ങൾക്ക് സമാധാനം. അവർ ഞെട്ടി ഭയപ്പെട്ടു. ഇത് പറയുമ്പോൾ സാധാരണ ആരാധന എന്തോ ചെയ്യണ്ടേ? കൂടണം. ഇപ്പൊ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെ നമ്മളെ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഇവിടെ പ്രത്യക്ഷപ്പെടുക. എന്തോ എനിക്ക് ഇവിടെ നടക്കുന്നത് ഒന്നും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ സംഭവിച്ച വിപരീതമായിട്ടാണ്. അവരെല്ലാവരും ഞെട്ടി എന്ത് ചെയ്തു? ഭയപ്പെട്ടു. ഒരു ഭൂതത്തെ കാണുന്നു എന്ന് അവർക്ക് തോന്നി. ഇത്രയും സഹോദരിമാര് പറഞ്ഞു ഉയർത്തെഴുന്നേറ്റു. പത്രോസച്ചൻ എന്ന് പറഞ്ഞു. പുള്ളി അങ്ങനെ കള്ളം പറയുന്ന ആളല്ല. പുള്ളി ശക്തമായി പറഞ്ഞു യേശു എനിക്ക് പ്രത്യക്ഷനായി. എമ്മൂസിന്ന് വന്ന 2 ശിഷ്യന്മാരും പറഞ്ഞു യേശു പ്രത്യക്ഷനായി. എന്നിട്ട് ഈ പുള്ളികൾ എന്ത് ചെയ്തിട്ടില്ല? വിശ്വസിച്ചിട്ടില്ല. ഇവരൊക്കെ പറഞ്ഞു വിശ്വസിച്ചില്ല. പിന്നെ ജോയ് തോമസ് പറഞ്ഞു വിശ്വസിക്കുന്നു. ഇവരെല്ലാം പറഞ്ഞു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റെന്ന്. എന്നിട്ടും അവരെന്ത് ചെയ്യുന്നില്ല? വിശ്വസിച്ചിട്ടില്ല. ഉടനെ കർത്താവിനെ അവരെന്താക്കി മാറ്റി? ഒരു ഭൂതം വന്ന് നിൽക്കുന്നു. വായിച്ചു. അവൻ അവരോട് നിങ്ങൾ കലങ്ങുന്നത് എന്ത്? ഉടനെ അതാണ് പറയുന്നത്. നിങ്ങൾ ഇവിടെ അവർക്ക് ഹൃദയം എന്ത് ചെയ്ത് കഴിഞ്ഞു? കലങ്ങിക്കഴിഞ്ഞു. ഒന്നാമത്തെ സഹോദരിമാരുടെ ഹൃദയം ചഞ്ചലപ്പെട്ട് നിൽക്കുകയായിരുന്നു. രണ്ടാമത്തെ ആൾക്കാരുടെ അധൈര്യപ്പെട്ട ഹൃദയം. അതിനവരുടെ കണ്ണു തുറന്നപ്പോൾ അത് മാറി. ഇപ്പൊ ഇവരെങ്ങനെ നിൽക്കുക? കലങ്ങിയ ഹൃദയത്തോടെ. നിങ്ങൾ കലങ്ങുന്നതെന്ത്? നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ സംശയം പൊങ്ങുന്നതും എന്ത്? ഞാൻ തന്നെയാകുന്നു എന്ന് എന്റെ കൈയും കാലും നോക്കി അറിവി. നിങ്ങൾക്ക് ഈ സംശയമുണ്ടെങ്കിൽ, ഇത് ഭൂതമല്ല ഞാൻ തന്നെ ആകുന്നെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് നോക്കണം? കയ്യും കാലും എന്ന് പറഞ്ഞാൽ തിരിച്ചറിയൽ കാർഡ് എടുത്ത് കാണിച്ചു. യേശുക്രിസ്തുവിന്റെ തിരിച്ചറിയൽ കാർഡ് ഏതാണെന്നറിയാം? നമ്മുടെ സിവിൽ ഐ ഡി. നമ്മളെ സംശയിച്ച് പിടിച്ചു നിർത്തി നമ്മളെന്ത് കാണിക്കുന്നേ? അയ്യോ സാറേ, ഞാനങ്ങനെ ചാരനൊന്നുമല്ല, ഞാൻ നാണ്ട് ശരിക്ക് ഇവിടുത്തെ പൗര അല്ലെങ്കിൽ ഇവിടെ വന്ന ഒരു പ്രവാസിയായി താമസിക്കുന്ന ആളാണ് ഞാൻ. ഒറിജിനലി ഇവിടെ താമസിക്കും. നമ്മുടെ പ്രൂഫ് കാണിക്കുന്ന സിവിൽ ഐ ഡി പോലെ കർത്താവിന്റെ ഈ ഭൂമിയിൽ വന്ന് ഇനി നമ്മളെ കാണിക്കുന്ന സിവിൽ ഐ ഡി ഏതായിരിക്കും? തന്റെ മുറിവുകളാണ്. മറ്റുള്ളവർ നമുക്ക് വരുത്തുന്ന മുറിവുകൾ നമ്മുടെ സിവിൽ ഐ ഡി ആയി മാറട്ടെ, നമ്മുടെ തെളിവുകളായി മാറട്ടെ. കർത്താവിന് ലോകം കൊടുത്ത മുറിവ് അടയാളമായി കർത്താവ് കാണിച്ചു. നിങ്ങൾ എന്റെ കൈയും കാലും നോക്കി അറിവി. എന്നെ തൊട്ടു നോക്കുവിൻ. പോരാങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യണം? ഒന്ന് തൊട്ടോ നോക്കൂ. നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവരെ അനുഗ്രഹിക്കുന്നു. എന്നിട്ട് അവന്റെ കൈയും കാലും കാണിച്ചു കൊടുക്കുന്നു. ഒന്ന് തൊട്ടു നോക്കാൻ പറയുന്നു. അടുത്തത്, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ. ഒരു മർമ്മം കർത്താവ് പറഞ്ഞു. ഭൂതത്തിന് എന്തോ ഇല്ല, മാംസവും ഇല്ല, അസ്ഥിയും ഇല്ല. പിന്നെ എങ്ങനെ ഭൂതം സഭായത്തിൽ വരുന്നത്? അസ്ഥിയും മാംസവും നമ്മുടെ അകത്ത് കയറി വരും. അല്ലാതെ പുള്ളിക്ക് വരാൻ ഒരു വഴിയില്ല ഇവിടെ. പിന്നെ പുള്ളിക്ക് ഈ യോഗത്തിലൊന്നും വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പുള്ളി വാതുക നിൽക്കും. കിടന്ന് നന്നായി ഉറങ്ങിയൊരു സ്തോത്രം പോലും പറയാതെ പ്രാർത്ഥിക്കാതെ വരുന്ന പുള്ളികളെ കാണും. അവിടെ കാണുമ്പോഴേ അവൻ നല്ല കിടന്ന് ഉറങ്ങിയിട്ട് വരിക. സഭായോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുമില്ല. കഴിഞ്ഞ ആഴ്ച മുഴുവനും ഉഴപ്പായിരുന്നു. അവന്റെ ദേഹത്ത് കയറി അങ്ങ് പോകാന്ന് വിചാരിക്കും. ഇവിടെ വന്നിരുന്ന ഈ പുള്ളി അങ്ങ് ഉറക്കും. ഉറക്കി തൂങ്ങി. ഈ ഉറക്കം തൂങ്ങുമ്പോഴേ ഓർത്തോണം ഒരു ഭൂതം ദേഹത്തിരിപ്പുണ്ട്. പുള്ളി ഇങ്ങനെ വീശി വെച്ച് വീശി കൊടുക്കുക. ഉറങ്ങി. കാരണം ഈ വചനം അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ അവന് വിടുതലാണെന്ന് ഈ ഭൂതത്തിനറിയാം. ഭൂതത്തിന് എന്തില്ല? അസ്ഥിയില്ല, മാംസവുമില്ല. പക്ഷെ അസ്ഥിയും മാംസവും ഉള്ള ഒരു ശരീരം കിട്ടിയെങ്കിലേ പുള്ളിക്ക് എവിടെയും പ്രവർത്തിക്കാൻ പറ്റൂ, എവിടെയും കയറി വരാൻ പറ്റൂ. പക്ഷെ നമ്മളാരായിരിക്കണം തീരുമാനിക്കുന്നത്? എന്റെ ശരീരം ഭൂതത്തിന് കയറി പ്രവർത്തിക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. എന്റെ ശരീരം ഞാൻ അതിന് വിട്ടുകൊടുക്കത്തില്ല. എന്റെ ഭവനത്തിൽ കയറാൻ
കർത്താവ് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കയ്യും കാലും അവരെ കാണിച്ചു. അവർ സന്തോഷത്താൽ വിശ്വസിക്കാതെ അതിശയിച്ചു നിൽക്കുമ്പോൾ അവരോട്, തിന്നുവാൻ വല്ലതും ഇവിടെ? എന്നിട്ടും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കയ്യെ തൊട്ട് നോക്കാൻ പറഞ്ഞു, മുറിവുകൾ കാണിച്ചു, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ വിശ്വസിക്കാതെ അവൻ കർത്താവ് ചോദിച്ചു, ഇനി പോട്ടെ, കഴിക്കാൻ വല്ലതുകൊണ്ട്? ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി ചോദിക്കുക, കഴിക്കാൻ വല്ലതും? നേരത്തെ അപ്പം മുറിച്ചു കൊടുത്തെങ്കിലും കർത്താവ് എത്തിയില്ല, കഴിച്ചില്ല, അവർക്ക് കൊടുത്തേച്ചെങ്കിൽ പോന്നു. ഇപ്പൊ എവരോട് ചോദിക്കുക, കഴിക്കാൻ വല്ലതും ഉണ്ടോ? തിന്നുവാൻ വല്ലതും ഇവിടെ നിങ്ങളുടെ പക്കലുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഒരു ഖണ്ഡം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണുകയെ തിന്നു. പിന്നെ അവൻ അവരോട്, ഇതാകുന്നു നിങ്ങളോട് കൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെ നിവൃത്തിയാകണമെന്നുള്ളത് തന്നെ. പ്രസംഗം അവിടെ നടത്തി. മൂസിലേക്ക് പോയ ശിഷ്യന്മാർക്ക് വലിയ പ്രസംഗമായിരുന്നെങ്കിൽ എവർക്കും തിരുവഴുത്തിലേക്ക് കൊണ്ടുവന്ന് സങ്കീർത്തനങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും പ്രവാചക പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതും ഒക്കെ എന്നെ കുറിച്ചാകുന്നു എന്ന് കർത്താവ് കൊച്ചു പ്രസംഗം നടത്തി. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ തുറന്നു. അപ്പോ ഇവിടെ കലങ്ങിയ ഹൃദയങ്ങൾക്ക് ദൈവം കൊടുത്ത റെമഡി, പരിഹാരം എന്താണ്? ബുദ്ധി തുറന്നു. ചഞ്ചലപ്പെട്ടു നിന്ന സഹോദരിമാരുടെ ചഞ്ചലപ്പെട്ട ഹൃദയത്തിന് പരിഹാരം കൊടുക്കാൻ കല്ലറ തുറന്നു കർത്താവ്. അധൈര്യപ്പെട്ടു പോകുന്ന എമൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരുടെ അധൈര്യം മാറ്റി അവരെ ധൈര്യത്തോടെ മടക്കിക്കൊണ്ടുവരാൻ അവരുടെ കണ്ണ് കർത്താവ് തുറന്നു. ഇപ്പോൾ കലങ്ങിയ ഹൃദയത്തോടെ ഭയപ്പെട്ടു നിൽക്കുന്ന ശിഷ്യന്മാരുടെ കർത്താവ് എന്ത് ചെയ്തു? ബുദ്ധിയെ തുറന്നു. 3 മേഖലകളിൽ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞു. കല്ലറ തുറന്നു, കണ്ണു തുറന്നു, ബുദ്ധി തുറന്നു. ഇനിയും അകരം കൂടെ തുറക്കാണ്. അടുത്ത ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈ നിമിഷം വരെ അവർക്ക് മനസ്സിലായി, കർത്താവ് മരിച്ചിട്ടില്ല, കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എന്റെ കർത്താവ് മരിച്ചിട്ടില്ല, ഉയർത്തെഴുന്നേറ്റു. 11 പേരുടെ നടുവിൽ ശിഷ്യന്മാരുടെ എല്ലാവരും കൂടെ നിൽക്കുമ്പോൾ പെട്ടെന്ന് കർത്താവ് അവർക്ക് പ്രത്യക്ഷനായി. ഇവിടെ കർത്താവ് എന്തൊക്കെ ചെയ്തു? 1, നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. 2, നിങ്ങൾ ഭയപ്പെടണ്ട. നിങ്ങൾ ഭയപ്പെടുന്നത് പോലെ ഞാൻ ഭൂതമല്ല. നിങ്ങൾക്ക് തെളിയണമെങ്കിൽ എന്റെ കൈയും കാലും കാണിച്ചു കൊടുത്തു, ശരീരത്തെ തൊടാൻ കൊടുത്തു. തീർന്നില്ല. നിങ്ങളുടെ കയ്യിൽ കഴിക്കാൻ വല്ലതുമുണ്ടെങ്കിൽ തരാൻ പറഞ്ഞപ്പോൾ എന്താ കർത്താവ് കഴിച്ചെന്നറിയാമോ? കർത്താവ് ആ മത്സ്യവും ആ തേനും തിന്നു. അതിനുശേഷമാണ് കർത്താവ് അവർക്ക് തിരുവെഴുത്ത് തെളിയിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ബുദ്ധി എന്ത് ചെയ്തു? ഇനി അടുത്ത ഭാഗം 47 മുതലുള്ള വാക്യങ്ങളാണ്. ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും 3-ാം നാൾ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും അവന്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങി സകല ജാതികളും പ്രസംഗിക്കുകയും വേണം എന്നിങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിന് നിങ്ങൾ സാക്ഷികളാകുന്നു. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേലയക്കും. നിങ്ങളോ ഉയർത്തുന്ന ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീനെന്നും അവരോട് പറഞ്ഞു. കൊടുക്കുന്ന കൽപ്പനകൾ, നിങ്ങൾ 1 ശക്തി പ്രാപിക്കണം, 2 സാക്ഷികളാകണം. ശക്തി പ്രാപിക്കാതെ സാക്ഷിയാകാൻ പോകരുത്. സാക്ഷിയാകുന്നതിന് മുൻപ് ശക്തി പ്രാപിക്കണം. ശക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യെരൂശലേമിൽ കാത്തിരുന്നാൽ മതി, ശക്തി അവിടെ വരും. കാരണം അവിടെ തന്നെ വരാൻ കാരണം യെരൂശലേമിൽ വെച്ചാണ് നസ്രയനാകുന്ന യേശുക്രിസ്തുവിനെ പരാജയപ്പെടുത്തിയതെന്ന് ലോകം കണ്ടിട്ടുണ്ട്. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചതും യേശുക്രിസ്തുവിനെ പീഡിപ്പിച്ചതും ഈ മാർഗം നശിച്ചു എന്ന് രേഖ എഴുതി മുദ്രയിട്ടതും യെരൂശലേമിലാണെങ്കിൽ ആ മാർഗം നശിച്ചിട്ടില്ലെന്ന് തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി അതേ യെരൂശലേമിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് യെരൂശലേമിൽ തന്നെ പാർക്കണം. നിങ്ങൾ ശക്തി പ്രാപിക്കണം. നിങ്ങൾ എന്റെ സാക്ഷികൾ ആകണം. അനന്തരം അവൻ അവരെ ബഥാനിയോളം കൂട്ടിക്കൊണ്ടുപോയി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. തീർന്നില്ല. അവരെന്ത് ചെയ്തു? കർത്താവ് അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിക്കുകയും അവൻ അവരെ വിട്ടു പിരിഞ്ഞു. സ്വർഗാരോഹണം ചെയ്തു. അവൻ അവരെ നമസ്കരിച്ചു. അവർ അവനെ നമസ്കരിച്ചു. മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് അടുത്ത ഹൃദയം, മഹാസന്തോഷമുള്ള ഹൃദയം. എവിടെയാ തുടങ്ങിയത്? ചഞ്ചലിക്കുന്ന ഹൃദയം അല്ലേ? രണ്ടാമത് എന്താ കേട്ടത്? അധൈര്യപ്പെട്ട ഹൃദയം. മൂന്നാമത് എന്താ നമ്മൾ കണ്ടത്? കലങ്ങിയ ഹൃദയം. നാലാമത് നമ്മൾ കാണുന്നത് സന്തോഷിക്കുന്ന ഹൃദയം. സന്തോഷിക്കുന്ന ഹൃദയം. സന്തോഷം വന്നപ്പോൾ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? യെരൂശലേമിലേക്ക് മടങ്ങിച്ചെന്ന് എല്ലായ്പ്പോഴും ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് അവർ ദൈവത്തെ എന്ത് ചെയ്തു? വാഴ്ത്തി. അവർ അതരം തുറന്നു.
അവരുടെ അധരം തുറന്നു. സന്തോഷം അകത്ത് വന്നാൽ അറിയാതെ അധരം തുറക്കാതെ ചഞ്ചലപ്പെട്ട ഹൃദയത്തിന് കർത്താവ് കല്ലറ തുറന്നു കാണിച്ചു. അവൻ ഇവിടെ ഇല്ല, ഉയർത്തെഴുന്നേറ്റു. അങ്ങോട്ട് പോകുമ്പോൾ, എമ്മോസിലേക്ക് പോകുമ്പോൾ അധൈര്യപ്പെട്ടു പോകുന്ന ആ ശിഷ്യന്മാരുടെ കണ്ണവൻ തുറന്നു കഴിഞ്ഞപ്പോൾ അവരുടെ അധൈര്യം മാറി. അവർ സന്തോഷത്തോടെ മടങ്ങി വരികയാ. മൂന്നാമത് യേശു പ്രത്യക്ഷപ്പെട്ടിട്ടും, യേശു അവരുടെ നടുവിൽ വെളിപ്പെട്ടിട്ടും, സഹോദരിമാര് വന്ന വാർത്ത പറഞ്ഞിട്ടും, പത്രോസ് വന്ന് പറഞ്ഞിട്ടും, എമ്മൂസിൽ വന്ന 2 ശിഷ്യന്മാര് പറഞ്ഞിട്ടും വിശ്വസിക്കാൻ കഴിയാതെ സംശയിച്ചു നിൽക്കുന്ന, കലങ്ങിയ ഹൃദയത്തോടെ നിൽക്കുന്ന സഹോദരന്മാരുടെ നടുവിൽ യേശു അവരുടെ ബുദ്ധിയെ തുറന്നു. പ്രശ്നത്തിന് പരിഹാരമുണ്ടായി. ഏറ്റവും എഴുതിയിരിക്കുന്നു, അവരുടെ ആദരങ്ങളെ ദൈവം തുറന്നു. സന്തോഷമുള്ള ഹൃദയമായി മാറി. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവൃത്തികൾ ഒരു വിധത്തിലായിരിക്കത്തില്ല. ഇന്ന് രാത്രിയിൽ നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുമ്പോൾ ചഞ്ചലപ്പെട്ട ഹൃദയമാണോ അവൻ നമുക്ക് വേണ്ടി ചിലത് തുറക്കുകയാണ്. കലങ്ങിയ ഹൃദയമാണോ അവൻ നമുക്ക് വേണ്ടി ചിലത് തുറക്കുകയാണ്. അവന്റെ വിലാപ്പുറം തുറന്ന് അവിടെ നിന്നൊഴുകിയ രക്തം ഇന്ന് നമ്മുടെ മുൻപിൽ അതിന്റെ അടയാളമായി വീഞ്ഞിരിക്കുമ്പോൾ, അവന്റെ ശരീരം പിളർന്നതിന്റെ അടയാളമായി ബ്രെഡിരിക്കുമ്പോൾ, നാം ഏത് ഹൃദയത്തോടെ ദൈവസന്നിധി വന്നു, പക്ഷെ മടങ്ങിപ്പോകുന്നത് സന്തോഷമുള്ള ഹൃദയത്തോടെ ആയിരിക്കണം. ആർപ്പിടുന്ന അവരങ്ങളുമായിട്ടായിരിക്കണം. കലങ്ങിയ ഹൃദയം കൊണ്ട് തുടങ്ങിയെങ്കിൽ, ചഞ്ചലപ്പെട്ട ഹൃദയം കൊണ്ട് തുടങ്ങിയെങ്കിൽ, സന്തോഷിക്കുന്ന ഹൃദയങ്ങൾ കൊണ്ട്, ആർപ്പിടുന്ന അവരങ്ങൾ കൊണ്ട് അത് അവസാനിക്കുവാനായിട്ടിടയായി. ഒരിക്കലും പറയരുത് ഈ അവസ്ഥ തുടരത്തേ ഉള്ളൂ, ഇതിങ്ങനെ അവസാനിക്കത്തേ ഉള്ളൂ, എന്റെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമെന്ന് തോന്നുന്നില്ല, എന്റെ ജീവിതത്തിൽ സുഖം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇല്ല, തുടങ്ങിയത് കഷ്ടത കൊണ്ടാണെങ്കിൽ ഒരാർപ്പ് നിന്റെ വായിൽ തരാതെ ദൈവം ഇത് അസ്തമിപ്പിക്കത്തില്ല, ദൈവം ഇതിനൊരു പുസ്തകം പിടിക്കത്തില്ല. അവർ തുടങ്ങിയത് ചഞ്ചലപ്പെട്ട ഹൃദയങ്ങളോടുകൂടെയാണെങ്കിൽ അവസാനിപ്പിക്കുന്നത് സന്തോഷമുള്ള ഹൃദയങ്ങളോടുകൂടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളിലേക്ക്